യൂട്യൂബിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ പറയും ചെയ്യും, വീഡിയോസ് ഇടണമെന്നും പറയും, ഇടാൻ പറ്റുമെന്നും പറയും. പക്ഷേ വീഡിയോ ഇട്ടാലും മോണിറ്റൈസേഷൻ റിജക്റ്റും ആവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്നത് മോണിറ്റൈസേഷൻ കട്ടാവുകയാണ്. ഓൾറെഡി വീഡിയോ ഇട്ട എല്ലാവരുടെയും മോണിറ്റൈസേഷൻ കട്ടാവുകയാണ്. അത് മാത്രമല്ല വീഡിയോ ഷോർട്സിൽ ഒരു 3 ഷോർട്സ് വീഡിയോ ഇട്ടാലും അതല്ലാതെ ഫുള്ള് ഇട്ടാലും നിങ്ങൾ ഓൾറെഡി കുറേ ആൾക്കാരുടെ മോണിറ്റൈസേഷൻ കട്ടായിരിക്കുകയാണ്. അത് എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇടാൻ പറ്റും. വീഡിയോ ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ചെയ്തവരുണ്ട്, കണ്ടിന്യൂ ആയിട്ട് പോകുന്നവരുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാത്തത് വീഡിയോ ഇടുന്നത്? അത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്, നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസും നിങ്ങളുടെ വീഡിയോസും എല്ലാം മിക്സ് ചെയ്തിട്ട് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വർഷങ്ങളായിട്ട് നിങ്ങൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ മോണിറ്റൈസേഷൻ ചെയ്ത് നോക്കിയാലും നിങ്ങൾ വേസ്റ്റാണ്, നിങ്ങളുടെ സമയം ഫുള്ള് വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, അത് ആവർത്തിച്ചിട്ട് അതേപോലെ ചെയ്യുക നിങ്ങൾ. അതല്ലാതെ ഇത് വീഡിയോ കണ്ടിട്ട് നാളെ പോയിട്ട് വേറൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഒരു കാലത്തും കിട്ടത്തില്ല. അത് ഓൾറെഡി റിജക്റ്റ് ആവും. പിന്നെ നിങ്ങൾ വീഡിയോ ഇട്ടിട്ടും നിങ്ങൾ കൂടുതൽ വ്യൂസ് കൊണ്ടുവന്നിട്ടും നിങ്ങൾ സബ്സ്ക്രൈബർ കൊണ്ടുവന്നിട്ടും വാച്ചിങ് ഹവേഴ്സ് കൊണ്ടുവന്നിട്ടും ഒരു കാര്യം ഇല്ലാണ്ടാവും. അപ്പം നിങ്ങൾ ഇതുപോലെ ടിപ്സ് പറയുന്ന ചാനലുകൾ കുറേ നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. നിങ്ങൾ ചില വീഡിയോസ് കണ്ടിട്ട് സ്കിപ്പ് അടിച്ച് പോയിട്ട് പകുതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല. ഇതൊക്കെ ഞാൻ മുന്നേ അനുഭവിച്ച കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, കാര്യങ്ങൾ എന്താണ് പറയുന്നത് അത് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ വ്യക്തമായിട്ട് ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് പറയുന്നത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വീഡിയോ ഇടാൻ പാടുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോസ് റിജക്റ്റ് ആവാൻ ഉള്ള കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, വെച്ചിട്ട് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്. വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ വെച്ചിട്ട് വീഡിയോ നിർമ്മിച്ചിട്ട് അതിന് തന്നെ കൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുപ്പിച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും കിട്ടുന്നുള്ളത്. മിനിമം വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടുക 6 മിനിറ്റ് 6 സെക്കൻഡ്, അല്ലാന്നുണ്ടെങ്കിൽ 10 സെക്കൻഡ്. ഈ 10 സെക്കൻഡ് 6 സെക്കൻഡിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് വീഡിയോ കിട്ടുക. വെച്ചിട്ട് ഷോർട്ട് വീഡിയോ നിർമ്മിക്കുന്നവരാണെങ്കിലും ലോങ് വീഡിയോ നിർമ്മിക്കുന്നവരാണെങ്കിലും നമുക്ക് മിനിമം ഓൾറെഡി ജനറേറ്റ് ചെയ്യുക 6 മിനിറ്റ് 6 സെക്കൻഡ്, അല്ലാന്നുണ്ടെങ്കിൽ 10 സെക്കൻഡ്. ഈ 10 സെക്കൻഡ് വീഡിയോ മാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 20 സെക്കൻഡ് 2 വീഡിയോ ആക്കിയിട്ട് 20 സെക്കൻഡ്. ചില വീഡിയോ ഓൾറെഡി ചില AI 20 സെക്കൻഡ് 25 സെക്കൻഡ് ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് ആ കറക്റ്റായിട്ടുള്ള ആ സെക്കൻഡ് മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ആ വെച്ചിട്ട് നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വോയിസും നിങ്ങളുടെ വീഡിയോസും അത് ലോ എഫേർട്ട് കണ്ടന്റിലേക്ക് പോകും. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിന് പ്രോപ്പറായിട്ട് പിടിക്കാൻ പറ്റും. കറക്റ്റായിട്ട് നിങ്ങളെ വീഡിയോസ് ആണെന്ന് 100% യൂട്യൂബിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് യൂട്യൂബും ഓൾറെഡി വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ നിർത്തുക. നിങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ വീഡിയോസ് നമുക്ക് ഓൾറെഡി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോർട്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കട്ട് പീസായിട്ട് കുറേ വീഡിയോസ് എടുക്കുക. ഇപ്പോൾ ഷോർട്സിന് 6 സെക്കൻഡ് 10 സെക്കൻഡ് ഉണ്ടാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ആ ഒരു വീഡിയോ ഒരു കണ്ടന്റ് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ നമുക്ക് അതിൽ സ്റ്റോറി വേണം. ആ സ്റ്റോറി ഉണ്ടെങ്കിൽ മാത്രമാണ് യൂട്യൂബ് ഓൾറെഡി മനസ്സിലാക്കുക. ഇപ്പോൾ യൂട്യൂബിൽ പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റല്ലേ ഉള്ളത്. നമുക്ക് മിനിമം 3 മിനിറ്റാണ് ഓൾറെഡി യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നുള്ളത്. ആ 3 മിനിറ്റിൽ നമുക്ക് എന്താണോ പറയാനുള്ള കാര്യങ്ങൾ അത് ഒതുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വീഡിയോസ് ഷോർട്സ് ഇടുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു കണ്ടന്റ് വേണം, പ്രോപ്പറായിട്ടുള്ള ഒരു വീഡിയോസ് വേണം. ആ വീഡിയോസിന് എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ എക്സാമ്പിളിന് വേണ്ടി ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. ഇതുപോലെ നമുക്കൊരു ക്രിയേറ്റിവിറ്റി വേണം. ഒന്നെങ്കിൽ എന്തെങ്കിലും അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിന് ഒരു കട്ട് പീസ് എടുത്തിട്ട് നമുക്ക് അതൊരു സ്റ്റോറി രൂപത്തിൽ ഉണ്ടാക്കണം എന്നൊക്കെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ വ്യൂസിലേക്ക് പോവുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഡാൻസ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ സ്വന്തം വീഡിയോസാണ്, വെച്ചിട്ടല്ല ചെയ്യുന്നുള്ളത്, സ്വന്തം വീഡിയോസിൻ്റെ കാര്യമാണ് പറയുന്നുള്ളത്. അപ്പോൾ സ്വന്തം വീഡിയോസ് ചെയ്യുന്നതാണെങ്കിലും മ്യൂസിക് ഇട്ടിട്ട് അവർ ഡാൻസ് കളിക്കുന്നു. ഓൾറെഡി മോണിറ്റൈസേഷൻ കിട്ടുന്നില്ലേ? മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മ്യൂസിക് മാത്രമേ ഉള്ളൂ, വീഡിയോ അവരെ സ്വന്തം വീഡിയോസാണ്.
അപ്പോൾ അതുപോലെ നമ്മൾ സ്വന്തം വീഡിയോ ഇടുകയാണെങ്കിൽ മ്യൂസിക് ഇട്ടാൽ കുഴപ്പമില്ല. അതല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തൊക്കെയോ ഒന്നും ഇല്ലാത്തൊരു ലോ എഫേർട്ട് ഒന്നും ഇല്ലാത്തൊരു കണ്ടന്റ് ഇട്ട് അതിലേക്കൊരു മ്യൂസിക് ഇട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്ത് എന്ന് ഇട്ടാൽ യൂട്യൂബിൽ ലോ എഫേർട്ട് കണ്ടന്റിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോ മാത്രം ഇടുകയാണെങ്കിൽ നിങ്ങളൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക. നിങ്ങൾ അതിലേക്ക് ഷോർട്ട് വീഡിയോക്ക് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റോറി ചെയ്തതിന് ശേഷം അതിലേക്ക് നിങ്ങൾ വോയിസ് ഓവർ കൊടുത്തിട്ട് ഓൾറെഡി നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും പ്രശ്നമില്ല, ഒരു പ്രശ്നവും ഇല്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ നമ്മൾ സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് അതിന് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് പ്രോബ്ലം വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു സോങ്ങിന് പറ്റിയ വീഡിയോ ആണോ അല്ലേ എന്ന് ഓൾറെഡി യൂട്യൂബ് മനസ്സിലാക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റോറിയാണ് ഇടുന്നുള്ളത്, അതിന് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ വോയിസ് ഇല്ല എന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഇടാൻ പാടില്ല. അപ്പോൾ യൂട്യൂബ് ഓൾറെഡി പല കാര്യത്തിലും ഓൾറെഡി AI വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി റീയൂസ്ഡ് കണ്ടന്റ് വരുന്നതും മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് പ്രോബ്ലം വരുന്നതും. വേറൊരു കാര്യം പറയാനുണ്ട്, ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നിങ്ങളൊരു ലോങ് വീഡിയോയിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണ്. നിങ്ങൾ ലോങ് വീഡിയോ മാത്രം ചെയ്തിട്ട് നമുക്ക് കൂടുതൽ വാച്ചിങ് ഓവേഴ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ മാക്സിമം കുറക്കാം. ഇപ്പോൾ ഓൾറെഡി നിലവിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ഷോർട്സ് വീഡിയോ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ മാക്സിമം കുറക്കുക. നിങ്ങൾ ലോങ് വീഡിയോയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ലോങ് വീഡിയോ മാത്രം ഫോക്കസ് ചെയ്താൽ ഞങ്ങൾക്ക് ലോങ് വീഡിയോ തന്നെ ഓൾറെഡി കണ്ടിന്യൂ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ യൂട്യൂബ് ലോങ് വീഡിയോ മാത്രം ഇടുന്ന ഒരാളായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ലോങ് വീഡിയോ മാത്രം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കും. ഫോക്കസ് ലോങ് വീഡിയോക്ക് മാത്രം കൊടുക്കും. നമ്മൾ ഈ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഉള്ള ഡിഫറൻറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ലോങ് വീഡിയോ എത്തിക്കുന്നത് ആദ്യം സബ്സ്ക്രൈബർമാർക്ക് എത്തിക്കും ആദ്യം യൂട്യൂബ്. അതിനുശേഷം ആ സബ്സ്ക്രൈബർമാർ എത്ര ആൾക്കാർക്കാണോ യൂട്യൂബ് അയച്ചത് ആ വീഡിയോസ് അതിൻ്റെ അവർ ക്ലിക്ക് ബൈറ്റ് നോക്കിയിട്ട് അതിൻ്റെ ലെങ്ത്തും അവർ എത്ര സമയം ആ വീഡിയോയിൽ സ്പെൻഡ് ചെയ്തു, എത്ര സമയം ആ വീഡിയോ കണ്ടു എന്നൊക്കെ മനസ്സിലാക്കിയാണ് യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഷോർട്ട് വീഡിയോ ഇടുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ അങ്ങനെയല്ല പോകുന്നത്. ഷോർട്ട് വീഡിയോ നമ്മൾ സബ്സ്ക്രൈബർമാർക്ക് എത്തിക്കുന്നതല്ല. സബ്സ്ക്രൈബർമാർക്ക് ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ ഓൾറെഡി കാണിക്കും. അത് കൂടാതെ നമ്മളെ ഷോർട്ട് വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കൂടുതൽ ആൾക്കാരിലേക്ക് പോകും. ഈ കൂടുതൽ ആൾക്കാരിലേക്ക് പോകുന്ന സമയത്ത് അവർ ആ ടൈമിന് മാത്രമേ ഒരു സമയത്ത് മാത്രമേ അവർ ഷോർട്ട് വീഡിയോ കാണുന്നുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് മാത്രം. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വ്യൂസ് തോന്നിക്കുന്നത്. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഷോർട്ട് വീഡിയോയിൽ കൂടുതൽ വ്യൂസ് വന്നു വിചാരിച്ചോ, നമ്മൾ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എത്തത്തില്ല. ആ വീഡിയോ ലോങ് വീഡിയോ കൂടുതൽ അവർക്ക് എത്തത്തില്ല, ഷോർട്ട് വീഡിയോ മാത്രമേ എത്തത്തുള്ളൂ. ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു ഒരാൾ ഷോർട്സ് 2-3 പ്രാവശ്യം കണ്ട്, ഇപ്പം നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഷോർട്ട് വീഡിയോ കിട്ടി. ഈ ഷോർട്ട് വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് 2 പ്രാവശ്യമെങ്കിലും കണ്ട്, മിനിമം ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം അതേ ഷോർട്സ് റിപ്പീറ്റ് അടിച്ച് നമ്മൾ കണ്ട് എന്ന് വിചാരിച്ചാൽ നമുക്ക് നെക്സ്റ്റ് 3-ാമത്തെ ഷോർട്സ് വരുന്നത് അതേ വ്യക്തിയുടെ വേറൊരു ഷോർട്സ് ആയിരിക്കും. അതേ യൂട്യൂബ് ചാനലിലുള്ള 3-ാമത്തെ വേറൊരു വീഡിയോസ് ആയിരിക്കും നമുക്ക് ഷോർട്ട് വീഡിയോയിൽ കാണിക്കുന്നത്. അതും 2-3 പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് നമ്മളെ വീഡിയോസ് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ട് 2-3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് വീഡിയോ 2-3 ഗ്യാപ്പ് വിട്ടിട്ട് ഇവരെന്നെ വീഡിയോസ് ഇവരെന്നെ ഷോർട്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെയാണ് നമ്മൾ ഓൾറെഡി ഷോർട്ട് വീഡിയോ വർക്ക് ചെയ്യുന്നുള്ളത്. ഇപ്പം നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി അവർ കണ്ട് 2-3 പ്രാവശ്യം കണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ഷോർട്ട് വീഡിയോ തന്നെ ആയിരിക്കും പിന്നെയും അവർക്ക് അയച്ചു കൊടുക്കുക യൂട്യൂബ്. അപ്പം നമ്മുടെ നോർമൽ ഉള്ള ഷോർട്ട് വീഡിയോക്കും വ്യൂസ് വരും, വേറെ ഷോർട്ട് വീഡിയോക്കും വ്യൂസ് വരും. നല്ല ഷോർട്സ് ആണെങ്കിൽ മാത്രമാണ് കേട്ടോ. അതല്ലാതെ നമ്മൾ ഷോർട്ട് വീഡിയോ ഒരു 100 വ്യൂസിൽ 200 വ്യൂസിൽ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോ പിന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തില്ല. അപ്പം നമ്മളൊരു ഷോർട്സ് വേറൊരാൾ കണ്ടു കഴിഞ്ഞാൽ 2 പ്രാവശ്യമെങ്കിലും മിനിമം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മളെ ഷോർട്സേ എത്തിക്കത്തുള്ളൂ. അപ്പം നിങ്ങളൊരു ലോങ് വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ മാക്സിമം കുറക്കുക. ലോങ് വീഡിയോ മാത്രം തംബ്നെയിലും ടൈറ്റിലും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള തംബ്നെയിലും ടൈറ്റിലും കൊടുക്കുക. ആ വീഡിയോക്ക് വേണ്ട നല്ല ഹുക്സ് കൊടുക്കുക. നല്ല അടിപൊളി സൂപ്പർ വീഡിയോ ഉണ്ടാക്കുക. വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്സിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾ ലോങ് വീഡിയോയിൽ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ സബ്സ്ക്രൈബർ കൂട്ടാൻ വേണ്ടിയിട്ടും
വ്യൂസ് ലോങ് വീഡിയോ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും റിലേറ്റഡ് വീഡിയോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓൾറെഡി ഷോർട്ട് വീഡിയോ നിന്ന് ലോങ് വീഡിയോയിലേക്ക് വരും എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നുള്ളത്. നിങ്ങൾ അഥവാ ഷോർട്ട് വീഡിയോയിൽ അങ്ങനെ ഷോർട്ട് വീഡിയോയിൽ റിലേറ്റഡ് വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ആ ലോങ് വീഡിയോ എന്താണെന്ന് ഷോർട്ട് വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പം എന്താണ് നമ്മൾ ലോങ് വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് അത് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോയിൽ ഓൾറെഡി പറയണം നമ്മൾ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എങ്ങനെയെങ്കിലും ടൈപ്പ് ചെയ്തിട്ടാണെങ്കിലും അതല്ലെങ്കിൽ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിലും ഓൾറെഡി മാർക്ക് കൊടുക്കുമല്ലോ, അതുപോലെ മാർക്കാണെങ്കിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് വീഡിയോയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. അങ്ങനെ നമുക്ക് ലോങ് വീഡിയോയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടിട്ട് പിന്നെ അബദ്ധവശാൽ ചില ആൾക്കാർ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബർ നമുക്ക് കൂടുന്നത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബർ ബട്ടണിൽ ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അറിയാതെ അവരെ കൈ തട്ടിയിട്ട് ക്ലിക്ക് ചെയ്യുന്ന കൂടുതലും സംഭവങ്ങൾ അങ്ങനെയാണ് കൂടുതലും സബ്സ്ക്രൈബർ കൂടാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. എനിക്കെന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട്, എനിക്കെന്നെ വളരെ അനുഭവമുണ്ട്. ചില സമയത്ത് ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബർ ആയി പോകാറുണ്ട്. കുറേ ചാനലുകൾ ഞാൻ അറിയാതെ തന്നെ സബ്സ്ക്രൈബർ ആയി പോകാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ കൂടുതൽ ആൾക്കാരും ഈ നമ്മളെപ്പോലെ തന്നെ ബുദ്ധിയുള്ളവരാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ നമ്മൾ. അപ്പോൾ പല ആൾക്കാരുടെ ഷോർട്സിലും കൂടുതൽ സബ്സ്ക്രൈബർ കൂടാനുള്ള കാരണം 100% ഞാൻ പറയും അത് ഓൾറെഡി കൈ തട്ടിയിട്ട് വരുന്ന സബ്സ്ക്രൈബർ ആയിരിക്കും. പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് രണ്ടാമത് ആ സബ്സ്ക്രൈബർ ഗുണമില്ല എന്നല്ല, ആ സബ്സ്ക്രൈബർമാർക്ക് പിന്നെയും നമ്മൾ ഷോർട്ട് വീഡിയോ ഓൾറെഡി പോവും, ലോങ് വീഡിയോവും പോവും. അത് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ലോങ് വീഡിയോയിലും വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോങ് വീഡിയോയിൽ മാത്രം ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോ മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഷോർട്ട് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ലാതെ നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം ചെയ്യണം. ഇപ്പോൾ ലോങ് വീഡിയോ ഇട്ട കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഷോർട്ട് വീഡിയോ നിരന്തരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കണം. ഒരു ദിവസം ഒരു ഷോർട്ട്സ് എങ്കിലും മിനിമം ഇട്ടുകൊണ്ടിരിക്കണം. ഓക്കെ, അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാലും നിങ്ങൾ ഷോർട്ട് വീഡിയോയും കൂടുതൽ പോവും, ലോങ് വീഡിയോ ഓടാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിലും നല്ല കണ്ടന്റ് കൊടുത്തിട്ട് ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ലോങ് വീഡിയോയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ലോങ് വീഡിയോൻ്റെ കാര്യവും ശ്രദ്ധിക്കണം. ലെങ്ത്തിൻ്റെ കാര്യം മിനിമം 10 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് വ്യൂസും കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ കൂടുതൽ സമയം ഈ യൂട്യൂബ് ആൾക്കാരും ലോങ് വീഡിയോ കൂടുതൽ സമയം കാണാൻ സമയം കണ്ടെത്താറില്ല. പെട്ടെന്ന് കണ്ടിട്ട് അവർക്ക് സ്ഥലം കാര്യമാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കാണണം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തീരെ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 5 മിനിറ്റിനും 10 മിനിറ്റിനും വീഡിയോ ഒതുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കൂടുതലും ഷോർട്ട് വീഡിയോൻ്റെ കാര്യവും ലോങ് വീഡിയോൻ്റെ കാര്യം ഇത്ര ക്ലിയർ ആയിട്ട് ഞാൻ മനസ്സിലാക്കി തരാൻ കാരണം എന്താ വെച്ചാൽ ഷോർട്ട് വീഡിയോ കാണുന്ന ഓഡിയൻസ് ലോങ് വീഡിയോ കാണുന്നത് പരമാവധി കുറവായിരിക്കും. കൂടുതൽ ആൾക്കാരും വെറും ഷോർട്സ് മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോങ് വീഡിയോവും ഷോർട്ട് വീഡിയോവും ഒരുമിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് വീഡിയോ പോകുന്നത് വേറൊരു ഓഡിയൻസിനും ലോങ് വീഡിയോ പോകുന്നത് വേറൊരു ഓഡിയൻസിനായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ലോങ് വീഡിയോ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ലോങ് ഫീൽഡിൽ മാത്രം കാണുന്ന ആൾക്കാർക്ക് കൂടുതൽ ഫോക്കസിൽ പോകും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഷോർട്ട് വീഡിയോ കാണുന്നത് ഓട്ടോമാറ്റിക്കലി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് അവർ ചിലപ്പോൾ വെറും ഷോർട്സ് മാത്രം കണ്ട് ടൈം വേസ്റ്റ് ആക്കുന്നവരായിരിക്കും. അവർ ഈ ലോങ് വീഡിയോ കാണുന്നവർ കുറവായിരിക്കും. മിക്കവാറും ഒരു 50% നമ്മൾ ഷോർട്ട് വീഡിയോ മാത്രം കാണുന്നവരായിരിക്കും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ഷോർട്സ് മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോങ് വീഡിയോ ഈ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ മിക്സ് ചെയ്യാതെ ലോങ് വീഡിയോ ഒരു സൈഡിൽ നല്ല പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് ലോങ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ഷോർട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾ ഒരേ ലെങ്ത്തുള്ള ഡെയിലി ഒരു ഷോർട്സ് എങ്കിലും ഈ ലോങ് വീഡിയോനെ പറ്റിയിട്ട് തന്നെ വീഡിയോ ഉണ്ടാക്കുക. അതല്ലാതെ നിങ്ങൾ വെറും ഷോർട്സ് മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ലോങ് വീഡിയോ ഇടരുത്. നിങ്ങൾ ഷോർട്ട് വീഡിയോ മാത്രം കണ്ടിന്യൂ ആയിട്ട് നിരന്തരമായിട്ട് ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ഒരു വീഡിയോക്ക് 1 മില്യൺ വ്യൂസ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്കൊരു 10 വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ഓരോ മില്യൺ വെച്ച് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. 100% ഗ്യാരണ്ടിയാണ്. ഷോർട്ട് വീഡിയോയിൽ കൂടുതൽ ആൾക്കാരും മോണിറ്റൈസേഷൻ ചെയ്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ മാത്രം കൂടുതൽ വ്യൂസ് ഷോർട്ട് വീഡിയോയിൽ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോ തന്നെ ഇടാം, ലോങ് വീഡിയോയിലേക്ക് ഫോക്കസ് ചെയ്യാതെ.